നമ്മൾ ഈ ഒരു വീടിൻ്റെ തേപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിൽ ഏകദേശം ഇപ്പോൾ കഴിയാറായി നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതിൻ്റെ സീലിങ് മാത്രമേ ഈ കട്ട ഷീറ്റ് ഇട്ട കാരണം തേപ്പില്ല. അതിൻ്റെ ഡിസൈൻ ചെയ്യാൻ എഞ്ചിനീയർ പറഞ്ഞത് ഇപ്പോൾ എന്ത് പരിപാടിയാണ് നമുക്കറിയില്ല, നമ്മളിത് കണ്ടിട്ടില്ല. നമുക്കൊരു ഐഡിയ എന്താ നോക്കട്ടെ. നമുക്ക് പണിക്കാരും മലയാളികളും തന്നെയാണ് പണിക്കാരും, ഹിന്ദിക്കാരൊന്നല്ല. ഹാളാണിത്. നമുക്ക് മൊത്തം എടുക്കുന്നത് നമ്മൾ പാരപ്പറ്റ് സ്റ്റെപ്പ് എല്ലാം കൂടിയിട്ട് തേച്ച് സാധനമൊക്കെ നമ്മൾ ഇറക്കി ചെയ്യുന്നത് നമ്മൾ സ്ക്വയർ ഫീറ്റ് 200 രൂപ വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അഫ്റ്റെയർ അതിൽ മേലെ പാരപ്പറ്റും ഫ്രണ്ടിൽ 2-3 ഭാഗത്ത് സ്റ്റെപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഓപ്പൺ ഉണ്ട്. ഇത് ഫ്രണ്ടല്ല, ഇത് കോർട്ട്യാർഡാണ്. പിന്നെ അപ്പുറത്ത് ഫ്രണ്ടിൽ ഹിറ്റ് ഔട്ട് പറഞ്ഞാൽ സ്റ്റെപ്പ് ഇത്തിരി തോന്നുന്നുണ്ട്. 2 അടി വീതിക്ക് വലിയ സ്റ്റെപ്പായിടുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ പറയാറുണ്ട്. നമുക്ക് ബസ്സിലൊക്കെ സെപ്പറേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്തേക്ക് ഫാബ് വാർത്തിട്ട് ടേബിൾ ടോപ്പ് വയ്ക്കും. അല്ല ഉള്ളിൽ നിന്ന് നമുക്കതൊരു തടസ്സമല്ല. ഇത് കിച്ചൺ പാർട്ടീഷൻ സെറ്റിംഗ് ആയിട്ട് നമ്മൾ ചെയ്യുക. അതൊക്കെ ഇങ്ങനെ ആയിക്കോളും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡോറൊക്കെ സ്റ്റീൽ ഡോർ കഴിഞ്ഞ് വെച്ചെടുക്കുന്ന അടുത്ത് കിട്ടിയാണ്. നമ്മളിതിൻ്റെ പ്ലംബിങ്ങോ വയറിങ്ങോ അല്ലാത്ത ഫുഡ് പണി വർക്ക് നമ്മളാണ് ചെയ്യുന്നത്. ഇത് കൂടുതൽ സംഭവങ്ങളൂടെ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒന്നും കഴിഞ്ഞിട്ടില്ല. ഷീറ്റ് വെച്ചിട്ടുണ്ട്. അത് 3 ലെയറായിട്ടൊക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ 5.4 ട്യൂബാണ് നമ്മൾ ഇട്ടുന്നത്. 19 ഷീറ്റ് നമ്മളിതിൽ വുഡാണ് ഇതിൽ ചെയ്യുക. അതിനൊരു വിൻഡോ ഉണ്ട്. മേലെ ഒരു പിക്ചർ ഗ്ലാസ് ഉണ്ട് ചെയ്യാൻ പോകുന്നത്. റൂമ് കൂടി നമ്മൾ ചെയ്തിരുന്നത് സീലിംഗ് മോഡ് ആക്കിയിട്ട് ഓടി വെച്ചാൽ ഇതാണ് നമ്മൾ അടുത്തുള്ള പണി. അപ്പോൾ വീണ്ടും അടുത്ത പണിയിലാണ്. അപ്പോൾ നമുക്കിവിടെ കാണാറ് ചെണ്ട കാരണം നമുക്ക് അവിടെ ഒരു കോട്ടിയാണ് ഫിറ്റ് ചെയ്തിട്ടാണ് ഡിസൈൻ ചെയ്യാൻ. വിൻഡോ പരിപാടിയൊക്കെ വലിയ ജമീനാണ് കേട്ടോ. ജമീൻ ഒരു ബെഡ്റൂമാണ്. ബെഡിൽ സൈഡിലാണ് കൊടുക്കുന്നത്. ബെഡ് സെൻറ്ററിൽ സെറ്റ് ചെയ്യുക. അതോടുകൂടി ഒരു ബാത്റൂമുണ്ട്. പിന്നെ അത്യാവശ്യം വലിയ ബാത്റൂമുണ്ട്. പണി വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊക്കെ തേപ്പ് കഴിഞ്ഞ അടുത്ത് വൈറ്റ് വാഷ് എന്നാലും പണിയൊക്കെ തുടങ്ങാൻ കിടക്കുന്നുണ്ട്.